Welcome to my classroom, Design of Concrete Structures 2, CE 304 for Semester 6, K2 Civil Engineering students. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 2. Today's topic, Design of Isolated rectangular footing with eccentrically loaded. Module 2, Isolated footing, eccentrically loaded. Question: design an isolated footing for an eccentrically loaded column for the following data. Column size 300 mm by 500 mm, ultimate load PU 1000 kN, MU moment 120 kN meter, safe bearing capacity SBC 200 kN per meter square at a depth of 1.25 meter, FCK 25 Newton per mm square, Fy 450 Newton per mm square for column, and FCK 20 Newton per mm square, Fy 415 Newton per mm square for footing. Area of steel 6 numbers of 25 mm dia bars. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. എക്സെൻട്രിക്കലി ലോഡഡ് കോളമാണ്. നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കോൺസെൻട്രിക്കലി ലോഡഡ് ചെയ്തു, റെക്ടാങ്കുലർ ഫൂട്ടിംഗ്, സ്ക്വയർ ഫൂട്ടിംഗ്, റെക്ടാങ്കുലർ ഫൂട്ടിംഗ്, യൂണിഫോം തിക്നെസ്സും സ്ലോപ്ഡും ചെയ്തു. ലാസ്റ്റ് വൺ ഈസ് എക്സെൻട്രിക്കലി ലോഡഡ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ: നമുക്കിവിടെ കോളം സൈസ് തന്നിരിക്കുന്നത് 300 mm by 500 mm ആണ്. നമുക്ക് റെക്ടാങ്കുലർ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് വിത്ത് എക്സെൻട്രിക്കലി ലോഡഡ് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 1, ഗിവൺ ഡേറ്റ. PU 1000 kN, MU 120 kN meter, column size 300 mm by 500. റെക്ടാങ്കുലർ കോളം ആണ്. സോ നമുക്ക് റെക്ടാങ്കുലർ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യാം. SBC ഗിവൺ ആണ്, ഇറ്റ് ഈസ് 200 kN per meter square. ഇത്രയാണ് നമുക്ക് ഗിവൺ ഡേറ്റ. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാം. സൈസ് ഓഫ് ദ ഫൂട്ടിംഗ്. സൈസ് ഓഫ് ദ footing. ഓക്കെ, നമുക്ക് ലോഡ് തന്നിരിക്കുന്നത് PU, ഇറ്റ് ഈസ് 1000 kN. സെൽഫ് വെയ്റ്റ് ഓഫ് ഫൂട്ടിംഗ് പ്ലസ് ബാക്ക് ഫിൽ to constitute about 15% of PU. Okay, that is P dash 15 by 100 into 1000. It is 150 kN. Then total load W equal to P plus P dash. P 1000 plus 150. It is 1150 kN. ഓക്കെ, നമുക്കിവിടെ എക്സെൻട്രിക്കലി ലോഡഡ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. എക്സെൻട്രിക്കലി ലോഡഡ് കോളം ആണ്. എക്സെൻട്രിക്കലി ലോഡഡ് ഫൂട്ടിംഗ് നമ്മൾ ചെയ്യുമ്പം സോയിൽ പ്രഷർ അല്ലെ കോണ്ടാക്ട് പ്രഷർ വിൽ നോട്ട് ബി യൂണിഫോം ആണ്. ഓക്കെ, ഫോർ ആൻ eccentrically loaded footing, the soil pressure or contact pressure will not be uniform. Okay, it will be trapezoidal in shape ആയിരിക്കും. സോ നമുക്ക് അപ്വേർഡ് പ്രഷർ, നമ്മുടെ സോയിൽ പ്രഷർ, അപ്വേർഡ് പ്രഷർ എന്നുള്ളത് നമുക്ക് യൂണിഫോം അല്ല എന്ന് പറഞ്ഞു. സോ നമുക്ക് മിനിമം ഉണ്ട്, മാക്സിമം ഉണ്ട്. സിഗ്മ
മാക്സ് ബാർ സിഗ്മ മിനിമം കാണാനുള്ള ഇക്വേഷൻ പി ബൈ എ എക്സെൻട്രിക്കലി ലോഡഡ് അല്ലേ, പി ബൈ എ പ്ലസ് ഓർ മൈനസ് എം ബൈ ഇസഡ്. ഓക്കെ, ഇത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫാക്ടേർഡ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, പി നമുക്ക് ഇവിടെ ടോട്ടൽ ലോഡ് തന്നിട്ടുണ്ട് 1150. എ വി നോ ദാറ്റ് ഏരിയ ബി ഇൻറ്റു എൽ, നമ്മുടെ റെക്ടാങ്കുലർ ഫുട്ടിംഗ്, ദിസ് ഇസ് എൽ, ദിസ് ഇസ് ബി. ഓക്കെ, എ ഈക്വൽ ടു ബി ഇൻറ്റു എൽ. എം നമുക്ക് ഗിവൺ ഡേറ്റയാണ് 120 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇസഡ് സെക്ഷൻ മോഡുലസ് റെക്ടാങ്കുലറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ബി ഡി സ്ക്വയർ ബൈ 6. ഇൻ ദിസ് കേസ് ബി ഇറ്റ് ഈസ് ക്യാപിറ്റൽ ബി, ഡി ഇറ്റ് ഈസ് എൽ സ്ക്വയർ ബൈ 6. നമുക്ക് ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ മാക്സ് ബാർ മിനിമം പി ബൈ എ that is b into l plus or minus m z b l square by 6 less than or equal to factored safe bearing capacity. That means SBC into factored one load factor it is factored 1.5. So 1.5 into SBC. Clear അല്ലേ? Then P എത്രയായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വാല്യൂ 1150 ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു എൽ. ഡയമെൻഷൻ നമുക്കറിയത്തില്ല, സൈസ് ഓഫ് ദ ഫൂട്ടിംഗ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പ്ലസ് ഓർ മൈനസ് ഇതിനെ നമുക്ക് 6നെ അങ്ങ് മുകളിൽ കൊണ്ടാം ഇൻറ്റു എം 120 ഡിവൈഡഡ് ബൈ ബി എൽ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 1.5 SBC. ഇറ്റ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 200. Okay, 1150 by BL plus or minus 120 into 6, 720 by BL square plus or minus 300. Equation 1. Okay, ഇനി നമ്മുടെ size of column, it is given in the question 500 by 300. This is 300 and this is 500. B by L equal to capital B by L. That is 300 by 500 equal to B by L. From this, B by L equal to 3 by 5. Then B equal to 3L by 5. Equation 2. Okay, solving these two equations or substituting equation 2 in equation 1. Okay, substitute the value of B in this equation. Then substitute equation 2 in 1. Okay, 1150 divided by 3L by 5 into L plus or minus 720 by 3L by 5 into L square equal to 300. Okay, equation നമുക്ക് ഇങ്ങനെ കിട്ടും 1916.67 divided by L square plus or minus 1200 divided by L cube equal to 300. Okay, solving this equation, then L becomes 2.796. എങ്ങനെ സോൾവ് ചെയ്യും? നമുക്കൊരു L3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈയിങ് by L cube, then L equal to 2.796 നമുക്ക് 3 മീറ്റർ ആയിട്ട്
റൗണ്ട് ചെയ്യാം. ഓക്കെ, then L equal to 3 meter. The value of L, put it in equation 1. Then find out B. B equal to 3L by 5. Then 3 into 3 by 5 equal to 1.8 meter. നമുക്ക് റൗണ്ട് ചെയ്ത് 2 meter എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് L 3 meter, B 2 meter പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡ് എ റെക്ടാങ്കുലർ footing of size 3 meter by 2 meter. 3 meter by 2 meter. നമ്മുടെ ഡയമെൻഷൻ ചെയ്തു, നമ്മൾ റെക്ടാങ്കുലറിന്റെ ബിയും എല്ലും ഫൈൻഡ് ഔട്ട് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോയിൽ പ്രഷർ ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടത്. ബിക്കോസ് എക്സെൻട്രിക്കലി ലോഡഡ് ഫൂട്ടിംഗ് വരുമ്പോൾ സോയിൽ പ്രഷർ വിൽ നോട്ട് ബി യൂണിഫോം. സോ മാക്സിമം ആൻഡ് എ മിനിമം വാല്യൂ. സോ ഇക്വേഷൻ സിഗ്മ ഈക്വൽ ടു പി ബൈ എ പ്ലസ് ഓർ മൈനസ് എം ബൈ ഇസഡ്. ഇസഡ് സെക്ഷൻ മോഡുലസ് ആണ്, എം മൊമെന്റ് ആണ്, പി ലോഡ്, എ ഏരിയ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മൾ എൽ ഫൈൻഡ് ഔട്ട് ചെയ്തു. എൽ ഇക്വേഷനകത്തേക്ക് എല്ലും ബിയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്തു റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ഓഫ് സൈസ് 3 meter by 2 meter. Step number 3. Step number 3. Net upward pressure. Sigma. Net upward pressure. Okay, we know the equation sigma max or sigma minimum, maximum value or minimum value equal to P by B, P divided by B into L plus or minus 6M divided by B L square. നമുക്ക് maximum minimum value find out ചെയ്യാം. Okay, P we know that 1150 divided by B 3 meter, B 2 meter, L 3 meter plus or minus plus maximum value ആണ് plus 6 into 120 divided by 2 B 2 L 3 square. എത്ര വന്നു? Yeah, 231.67 kilo Newton per meter square. Okay. Okay, it is less than SBC, factored SBC, that is 300 kilo Newton per meter square. Then sigma minimum, P divided by BL minus 6M divided by BL square. Substitute ചെയ്യാൻ values 1150 divided by 2 into 3 minus 6 into 120 divided by 2 into 3 square. എത്ര കിട്ടി? Yeah, 151.67. It is also less than factored SBC 300 kilo Newton per meter square. Hence, safe. Okay, നമുക്ക് ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോവാം. നമുക്ക് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർത്ത് സ്റ്റെപ്പ്, കാൽക്കുലേഷൻ ഓഫ് ബെൻഡിങ് മൊമെന്റ്. കാൽക്കുലേഷൻ ഓഫ് ബെൻഡിങ് മൊമെന്റ്. ചിത്രം വരയ്ക്കാം. റെക്ടാങ്കുലർ ഫൂട്ടിംഗ്, rectangular column 500 by 300. Here it is 3 meter by 2 meter size of the footing. Okay, നമ്മുടെ critical section, we know that the critical section is എവിടെയാ? Yeah, is at the face of the column. Okay, then face of the column. Shaded area ആണ് നമ്മുടെ
ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. ഇറ്റ് ആക്ട് ആസ് എ കാന്റിലിവർ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ഡയമെൻഷൻ കിട്ടണം. ഈ ഒരു ഡയമെൻഷൻ എത്രയാ? 3 മീറ്റർ 3000 mm. ഓക്കെ, -500 ഡിവൈഡഡ് ബൈ 2. സോ നമുക്ക് ഈ ഒരു ഡയമെൻഷൻ കിട്ടും. എത്ര വന്നു? 1.25 മീറ്റർ. 1.25 മീറ്റർ. സോ നമുക്കിവിടെ യൂണിഫോം തിക്നെസ് അല്ല, യൂണിഫോം തിക്നെസ് അല്ല, കോൺസെൻട്രിക്കലി ലോഡഡ് അല്ല, നമ്മുടെ കോളം എക്സെൻട്രിക്കലി ലോഡഡ് ആണ്. സോ നമ്മുടെ അപ്വേർഡ് പ്രഷർ എന്ന് പറയുന്നത് സിഗ്മ മാക്സിമം സിഗ്മ മിനിമം ദയർ. മാക്സിമം വാല്യൂ is 231.67 and minimum value is 151.67. So I'll draw the upward pressure diagram like this. Okay. Okay, this value is 231.67 and this value is 151.67. Our critical section at the face of the column. So നമുക്ക് അവിടുത്തെ ക്രിട്ടിക്കൽ സെക്ഷനിലെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം ക്രിട്ടിക്കൽ സെക്ഷനിലെ പ്രഷർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ബെൻഡ് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഈ പ്രഷർ ഡയഗ്രാം ഞാനൊന്ന് വരയ്ക്കുവാണേ. 151.67 and here it is 231.67 kilonewton per meter square. Kilonewton per meter square. ഓക്കെ, നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഇവിടെയാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് 3 മീറ്റർ. സോ ഇത് 3 മീറ്റർ. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. Then find out the pressure at the critical section. Okay, നമുക്കിത് റെക്ടാംഗുലർ ആണ്. സോ നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ ഇവിടെ എടുത്തു. ഇനി നമുക്ക് അതുപോലെ ക്രിട്ടിക്കൽ സെക്ഷൻ ഇവിടെയും കൂടെ എടുക്കാം ഫേസിൽ. സോ ഇത് നമുക്ക് XX എന്ന് എടുക്കാമേ. സെക്ഷൻ XX, ക്രിട്ടിക്കൽ സെക്ഷൻ XX. ഇത്രയും. സോ ഞാനൊന്ന് ഡിവൈഡ് ചെയ്യുവാണ്. ഇത്രയും യൂണിഫോം ആണ്, ഇത്രയും നമുക്കൊരു ട്രയാങ്കിൾ. ഇതൊരു റെക്ടാംഗിളും ഇതൊരു ട്രയാങ്കിളും. സോ നമ്മൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇത്രയും നമുക്ക് ടേക്ക് ദിസ് ആസ് ഇത്രയും പോർഷനെ നമുക്ക് X എന്ന് എടുക്കാം. സോ ഇത്രയും പോർഷൻ നമുക്ക് എത്ര? 231.67 minus 151.67 divided by ഈ ഡിസ്റ്റൻസ് 3 ഈക്വൽ ടു ഇത്രയും X ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്ര വരും? ഇത്രയും നമുക്ക് 1.25 ആണ്. അപ്പൊ എന്താ? 3 മൈനസ് 1.25. ഓക്കെ, നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുമായിട്ടാണ് നമ്മൾ എക്സ് എടുത്തേക്കുന്നത്. അല്ലെ നമുക്ക് ഇത്രയും എക്സ് എടുത്താൽ എത്രയാ? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എക്സ് ഇത്രയാണ് എക്സ്. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 231.67 മൈനസ് 151.67 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 മൈനസ് 1.25 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നമുക്ക് പ്രഷർ വേണ്ടത് പ്രഷർ അറ്റ് ദിസ് സെക്ഷനാണ്. സോ നമുക്ക് എന്താ? 151.67 പ്ലസ് എക്സ്. ഇവിടെ തൊട്ട് ഇവിടെ വരെ 151.67 പ്ലസ് എക്സ്. എക്സ് ആണ് നമ്മളിവിടെ ഈ ട്രയാങ്കിൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചേക്കുന്നത്. ഈ ട്രയാങ്കിൾ സോൾവ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പോർഷൻ, ഈ സിമിലർ ട്രയാങ്കിൾ സോൾവ് ചെയ്തു. ഇതേ ഡിവൈഡഡ് ബൈ ഇത് ഈക്വൽ ടു ദിസ് ഡിവൈഡഡ് ബൈ ഇത്രൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 151.67
plus this value x. 231.67 minus 151.67 divided by 3 into 3 minus 1.25. Okay, എത്ര വന്നു? Yeah, 198.336 kilo Newton per meter square. ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത സെക്ഷനോട് ഒന്ന് കാണാം. പ്രഷർ 300, 500. This is 3 meter, 2 meter. നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഇവിടെ y കാണാമോ? y. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? y. ഈ ഒരു ഡിസ്റ്റൻസ് എത്ര? ഇത്രയും 2000 മൈനസ് 300 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 0.85. ഓക്കെ, അപ്പോ പ്രഷർ at the critical section y. ഓക്കെ, ഫിഗർ വരയ്ക്കാം. ഇവിടെ വരും ഇവിടുത്തെ ഫിഗർ. This is 231.67 and here 151.67. അത് ഞാൻ തിരിച്ചു വരച്ചേ ഉള്ളേ. ഓക്കെ, നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ y. ദിസ് ഈസ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ y. ഓക്കെ, ഈ ലെങ്ത് എത്രയാ? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ. സോ ഹിയർ ഇറ്റ് ഈസ് 2 മീറ്റർ. ഓക്കെ, നമുക്ക് ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസിനെ y എന്ന് എടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ എത്ര വരും? അറ്റ് സെക്ഷൻ y ഈക്വൽ ടു 151.67 പ്ലസ് y. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 151.67 പ്ലസ് y വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ഈ സിമിലർ ട്രയാങ്കിൾ സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടത്തെയാണ് പ്രഷർ. ഇത്രയും വരെ 151.67 പ്ലസ് y. അത് നമ്മൾ ഇവിടെ എഴുതി. വൈന്റെ വാല്യൂ നമുക്ക് കാണാം. 231.67 മൈനസ് 151.67 ഡിവൈഡഡ് ബൈ ഈ ഹൈറ്റ്, അതായത് ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദിസ് 2 ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ ഇത്ര എത്രയാ? 2 മൈനസ് 0.85. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാ? 231.67 മൈനസ് 151.67 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 മൈനസ് 0.85 എത്ര വന്നു? 197.67 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പ്രഷർ അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ XX ആൻഡ് പ്രഷർ അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ YY. ഇനി നമുക്ക് MUX ഉം MUY ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാം. MUX ബെൻഡിങ് മൊമെന്റ് അറ്റ് XX ഹിയർ എന്താ? നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് XX ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ഫിഗറിലേക്ക് വരാം. ഓക്കെ, ഇവിടുത്തെ പ്രഷർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1 ഇതല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതിന്റെ ക്രിട്ടിക്കൽ സെക്ഷന് ഇത്. ഓക്കെ, നമുക്കിനി ഇവിടുത്തെ മൊമെന്റ് ആണ് കാണേണ്ടത്. CG കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെയാണ്, അതായത് ഈ പോർഷൻ. അപ്പം ഇനി വീണ്ടും ഡിവൈഡ് ചെയ്യണം. ഇവിടേക്ക് ചിത്രം ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, 231.67 151.67 critical section here it is 198.336. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇതൊരു റെക്ടാംഗുലർ പോർഷൻ, നമുക്ക് ഇതിന്റെ CG യും ഇതിന്റെ CG. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ XX. ക്രിട്ടിക്കൽ സെക്ഷനിലെ പ്രഷറാണ് 198.336. ഇവിടുത്തെ പ്രഷറാണ് 231.67.
6.7. നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത് ഇതാണ്. ഓക്കെ, ഇത്രയും പോർഷൻ. അപ്പൊ എന്താ, ആദ്യം നമുക്ക് ഈ ഒരു പോർഷൻ എടുക്കാം. 198.336. ഓക്കെ, കാരണം ഇവിടെ എന്താ, ഇത് നമ്മൾ റെക്ടാങ്കുലർ ആയിട്ട് എടുക്കുമ്പോൾ യൂണിഫോം ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴാണ് ഈ ഒരു ട്രയാങ്കിൾ പോർഷനിലാണ് വേരി ചെയ്യുന്നത്. അപ്പൊ 198.336 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാ, 1.25. ഈ ഫിഗറിന്റെ ആണ് വരയ്ക്കുന്നത്. ഇൻറ്റു 1.25 ഇൻറ്റു എത്രയാ നമ്മുടെ ഇവിടെ 2 മീറ്റർ ഇൻറ്റു ഇതിന്റെ സി ജിയിലേക്ക് എന്താ 1.25 ബൈ റെക്ടാങ്കുലർ ആണ് ബൈ 2. ക്ലിയർ? പ്ലസ് കഴിഞ്ഞോ? ഇല്ല, നമുക്കിനി ഇത്രയും പോർഷനും കൂടി ഉണ്ട്. ഈ ഒരു കുട്ടി ട്രയാങ്കിള് ഹാഫ് ഇൻറ്റു എത്രയാ, ഹാഫ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഹാഫ് ഇൻറ്റു 231.67 മൈനസ് 198.336. അപ്പൊ നമുക്ക് എത്രയായി, ഇത്രയും കിട്ടി. ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാ, 1.25 ഇൻറ്റു നമ്മുടെ ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ ഇൻറ്റു സി ജി വേണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2/3 ട്രയാങ്കിൾ ആണ്. 2/3 ഇൻറ്റു 1.25. MUX എത്ര കിട്ടി? 344.622 കിലോ ന്യൂട്ടൺ മീറ്റർ. MUX 344.622 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ ഫിഗറിന്റെ ഓക്കെ സെക്ഷൻ YY ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റ് YY MUY ഫിഗർ ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഇവിടെ നമുക്ക് 231.67 പ്രഷർ, ഇവിടെ നമുക്ക് 151.67. ഈ ഡിസ്റ്റൻസ് 2 മീറ്റർ, ഇതിൻ്റെത് 3 മീറ്റർ ആയിരുന്നു. ഓക്കെ, ദെൻ നമ്മുടെ YY ഇവിടുത്തെ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 197.67. നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തു ട്രയാങ്കിള്, ഇതിന്റെ സി ജി ഇവിടുത്തെ സി ജി. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ MUY വരുന്നത്. സോ നമുക്ക് ആദ്യം ഇതിന്റെ എടുക്കാം. 197.67 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എത്രയാ, 0.85. ഓക്കെ, ഈ പോർഷൻ ആണ് 0.85 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാ, 3 ഇൻറ്റു ഇതിന്റെ സി ജി 0.85 ബൈ 2 പ്ലസ് ഈ ഒരു കുട്ടി ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാ, 231.67 മൈനസ് 197.67 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 0.85 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 3 ഇൻറ്റു സി ജി 2/3 ഓഫ് 0.85. എത്ര വന്നു? MUY 238.78 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ നമുക്ക് MUXും MUYയും കിട്ടിയിട്ടുണ്ട്. ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേഷൻ MUX ആൻഡ് MUY. MUX 344.622 കിലോ ന്യൂട്ടൺ മീറ്റർ ആൻഡ് MUY 238.78 കിലോ ന്യൂട്ടൺ മീറ്റർ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഡെപ്ത് കാൽക്കുലേഷൻ ആണ്. സ്റ്റെപ്പ് നമ്പർ 5, calculation of effective depth. ഫസ്റ്റ് നമുക്ക് effective depth from bending moment consideration. ഓക്കെ, നമുക്ക് MU ലിമിറ്റ് ഈക്വൽ ടു 0.138 FCK BD സ്ക്വയർ. MUXും MUYയും ഉണ്ട്. നമുക്ക് മാക്സിമം MUX ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ മാക്സിമം വാല്യൂ 344.622 into 10⁻⁶
equal to 0.138 into FCK for footing 20 into B 2 into 10 raised to 3, D we don't know, D square. Then find out D. D it is 249.86 mm. നമുക്ക് round ചെയ്യാം 250 mm. Okay, next B, depth according to one-way shear. One-way shear. Okay, ഞാൻ ചിത്രം വരയ്ക്കാം. Rectangular footing, column. This is 500 and this side 300. This side 3 meter footing, 2 meter here. നമ്മുടെ critical section വരുന്നത് D മാറിയിട്ട് this is our critical section. This distance is D. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത്രയും നമുക്ക് 1.25 ആയിരുന്നു. സോ 1.25 മൈനസ് ഡി. ഇത്രയും നമുക്ക് 1.25 മൈനസ് ഡി. Okay, the critical section at D from column face. Okay, അപ്പൊ നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലെ പ്രഷർ, സോയിൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് ഈ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാം. XX സെക്ഷൻ എടുക്കാം. നമ്മുടെ ഡയഗ്രാം ഇങ്ങനെ വരും. Okay, here we know that 151.67, here 231.67. നമുക്ക് ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്, നമ്മുടെ സോയിൽ പ്രഷർ. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മളിപ്പോ പറഞ്ഞു, ഇറ്റ് ഈസ് 1.25 മൈനസ് ഡി. ഓക്കെ, അപ്പൊ റിമൈനിങ് എത്ര വരും? 1.75 പ്ലസ് ഡി. ഓക്കെ, ദെൻ ഞാൻ ചിത്രം ഒന്നുകൂടെ വരയ്ക്കാം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട്. 231.67 and here 151.67. This is our critical section XX. Okay, ഈ ഒരു ഡിസ്റ്റൻസ് 1.25 മൈനസ് ഡി, ഇത് 1.75 പ്ലസ് ഡി. ഇത്ര. ഓക്കെ, നമുക്ക് പ്രഷർ അറ്റ് ദ critical section XX. Okay, 231.67 divide ചെയ്യാം. മൈനസ് 151.67, ഈ ഡിസ്റ്റൻസ് 3 മീറ്റർ ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു എക്സ്. ഇത്രയും ഞാൻ എക്സ് ആയിട്ട് അങ്ങ് എടുത്തേതെ. എക്സ് മൈനസ് ഇത്രയും 151.67 ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് 1.75 പ്ലസ് ഡി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പ്ലസ് ഡിയുടെ ടേമിലാണ് കിട്ടുന്നത്. സോ 26.67 ഡി പ്ലസ് 198.34 ഇങ്ങനെ കിട്ടും. ഓക്കെ, 26.67 ഡി പ്ലസ് 198.64. ഓക്കെ അല്ലേ? എസ്. ഓക്കെ, നമുക്ക് എക്സ് കിട്ടിയേക്കുന്നത് നമുക്ക് ഇത്രയും. നമുക്ക് പ്രഷർ അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ XX നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്. ഇത്രയും ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ, ആസ് പെർ IS 456/2000 we know the page number, 72, close 40.1. nominal shear stress tau V equal to VU by BD.
സോ നമുക്ക് വി യു ഫൈൻഡ് ഔട്ട് ചെയ്യാം. വി യു നമുക്ക് എന്താ, സോയിൽ പ്രഷർ at the critical section into area of shaded portion. ഓക്കെ, പ്രഷർ എത്രയായിരുന്നു നമുക്ക് വന്നത്? 26.67 D പ്ലസ് 198.34 into area of the shaded portion. This is our shaded portion. Area എത്രയാ? 1.25 minus D into 2. ഓക്കെ, ഈ ഒരു പോർഷന്റെ ഏരിയ ഇത് എത്രയാ? 1.25 minus D into 2. ഓക്കെ, നമുക്ക് വി യു ഇക്വേഷൻ ഇങ്ങനെ വരും. മൈനസ് 53.34 D സ്ക്വയർ മൈനസ് 330 D പ്ലസ് 495.85. ഓക്കെ, നമുക്ക് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോ വി ഈക്വൽ ടു മൈനസ് 53.34 D സ്ക്വയർ മൈനസ് 330 D പ്ലസ് 495.85 ഡിവൈഡഡ് ബൈ ബി ഡി. ബി എത്രയാ? 2 ഇൻറ്റു ഡി. ഓക്കെ, നമ്മളെല്ലാം കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അസ്യൂം ചെയ്യാം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ പി നമുക്ക് 0.25%. Then from table 19 find out the tau C value for M20 grade concrete. Then tau C is equal to 0.36 Newton per mm square. That is 360 kilo Newton per meter square. കാരണം നമ്മൾ ഇത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, ചേഞ്ച് ചെയ്തിട്ടില്ല. സോ നമുക്ക് ടോ സി ആൻഡ് ടോ വി ഇക്വേറ്റ് ചെയ്യാം. ടോ സി ആൻഡ് ടോ വി. ടോ സി 360 ഈക്വൽ ടു ടോ വി ഇക്വേഷൻ മൈനസ് 53.34 D സ്ക്വയർ മൈനസ് 330 D പ്ലസ് 495.85 divided by 2 into D. Then find out, cross multiply here, find out D. The D value, D നമുക്ക് മീറ്ററിലാണ് കിട്ടുന്നത് 0.46 meter. That is 460 mm. D equal to 460 mm. Next, depth according to C. Depth according to two-way shear. Okay, critical section എവിടെയാ? Yeah, D/2 distance മാറിയിട്ട് ആണ് critical section. The critical section is at D/2 distance from all four sides of the column. ഓക്കെ, ഇതാണ് നമ്മുടെ ചിത്രം. D/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ, ക്ലിയർ അല്ലേ? D/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, യെസ്, D/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സോയിൽ പ്രഷർ അറ്റ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? pressure at the critical section equal to sigma max plus sigma minimum by 2. Okay, sigma max എത്ര? 231.67 plus minimum 151.67 divided by 2. എത്ര വന്നു? 191.67 kilo Newton meter. Okay, from IS 456/2000 page number 72 close 40.1 nominal shear stress tau V equal to VU by BD.
VU soil pressure into area of the shaded portion. Soil pressure 191.67 kilonewton meter ആണ് നമുക്ക് ന്യൂട്ടണിലേക്കാക്കി. ഓക്കെ, ഇൻറ്റു 3 into 2 മൈനസ് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാ 0.5 പ്ലസ് ഡി ഇൻറ്റു 0.3 പ്ലസ് ഡി. ഈ പോർഷൻ ഇത്രയും 0.3 പ്ലസ് ഡി, ഇത്രയും 0.5 പ്ലസ് ഡി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടോവിയിലേക്ക്. ടോവി ഈക്വൽ ടു 191.67 into 10 raised to 3 into 2 minus 0.5 plus d into 0.3 plus d divided by b, perimeter 2 into 0.5 plus d plus 0.3 plus d into 10 raised to 3 into d into 10 raised to 3. ഓക്കെ, നമുക്കിനി പെർമിസിബിൾ നോക്കണം. പെർമിസിബിൾ നമുക്ക് IS 456/2000 പേജ് നമ്പർ 58 ക്ലോസ് 31.6.31. 59 പേജിൽ നമുക്ക് കിടപ്പുണ്ട്. എന്തായിരുന്നു? 58 പേജിൽ ടോവി ലെസ് ദാൻ KS ടോസി. KS നമുക്ക് 0.5 പ്ലസ് ബീറ്റ സി, ഗ്രേറ്റ് ബീറ്റ ആണ്, ബീറ്റ സി നോട്ട് ഗ്രേറ്റർ ദാൻ 1. ബീറ്റ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഷോർട്ടർ സൈഡ് ബൈ ലോങ്ങർ സൈഡ്. ഹിയർ 300 mm by 500 mm, it is 0.6. Okay, then KS is equal to 0.5 plus 0.6, it is 1.1, greater than 1. Take KS is equal to 1. Okay, then two-way shear resistance tau C equal to KS tau C. Tau C എന്തായിരുന്നു? ഫോർ ലിമിറ്റ് സ്റ്റേറ്റ് 0.25 റൂട്ട് FCK. 0.25 into root 20, it is 1.118 Newton per mm square. Okay, 1 into 1.118 Newton per mm square. Then നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. Tau C equal to tau V. 1.118 equal to this equation. 191.67 into 10 raised to 3 into 2 minus 0.5 plus d into plus ആണ് 0.3 plus d divided by perimeter 2 into 0.5 plus d plus 0.3 plus d into 10 raised to 3 into d into 10 raised to 3. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഡി. ഓക്കെ, ഡി നമുക്ക് കിട്ടുന്നത് 0.332 മീറ്റർ, ദാറ്റ് ഈസ് 332 mm. ഓക്കെ, നമുക്കപ്പം ഇനി ഡി എടുക്കണം. ഡി നമുക്ക് 460 ആണ് വൺ വേ ഷിയറിൽ നിന്ന് കിട്ടിയത്. ദെൻ ഡി റിക്വയർഡ് നമുക്ക് 250 ആയിരുന്നു. ഹിയർ ടു വേയിൽ നമുക്ക് 332 ആണ്. സോ നമുക്ക് അഡോപ്റ്റ് വൺ വേ ഷിയറിന്റെ 460 അഡോപ്റ്റ് ചെയ്യാം. അഡോപ്റ്റ് ഡി ഈക്വൽ ടു 460 mm. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് കവർ അസ്യൂം ചെയ്യാം. എഫക്റ്റീവ് കവർ ആസ് 75 mm and diameter of the bar 16 mm dia bars. Assume effective cover 75 mm and 16 mm dia bars in both direction. Both direction of the footing. Okay, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ഓവറോൾ ഡെപ്ത്. ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഡി സ്മോൾ ഡി പ്ലസ് 75 പ്ലസ് ഡയ ബൈ 2. എത്ര വന്നു? 460 പ്ലസ് 75 പ്ലസ് 16 by 2, ഇറ്റ് ഈസ്
543 mm. നമുക്കൊരു 550 റൗണ്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ ഡെപ്ത് is equal to capital D minus 75 minus dia by 2. 460, sorry, capital D നമ്മൾ 550 ആണ്. 550 minus 75 minus 16 by 2. It is 467 mm. നമുക്ക് ആക്ച്വൽ ഡെപ്ത് 467 mm ആണ്. നമുക്കിനി ഇതാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽ. ഇത് നമ്മുടെ ബോട്ടം ലെയർ, ഇത് നമ്മുടെ ടോപ്പ് ലെയർ. ടോട്ടൽ ഡെപ്ത് ഡി നമുക്ക് 550 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 550 mm. ദെൻ ഡി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 467 mm. ഓക്കെ, ആക്ച്വൽ ഡെപ്ത്. നമുക്കിനി D4 ബോട്ടം ലെയർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, D4 ബോട്ടം ലെയർ നമുക്ക് D1 എന്ന് എടുക്കാം. ക്യാപിറ്റൽ ഡി മൈനസ് എഫക്റ്റീവ് കവർ മൈനസ് ഡയ ബൈ 2. ദാറ്റ് ഈസ് 550 മൈനസ് 550 ടോട്ടൽ ഡി മൈനസ് താഴെ എഫക്റ്റീവ് കവർ മൈനസ് നമുക്ക് ഡയ ബൈ 2. 75 മൈനസ് 16 ബൈ 2. D1 ഈക്വൽ ടു നമുക്ക് 467 mm. ഇനി അതുപോലെ നമുക്ക് ടോപ്പ് ലെയർ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡെപ്ത് D4 ടോപ്പ് ലെയർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് D2 എന്ന് എടുക്കാം. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ് D2 ഇതിന്റെ സെന്റർ വരെ ഉള്ളത് എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ നമ്മുടെ ഡി മൈനസ് എഫക്റ്റീവ് കവർ മൈനസ് ബോട്ടം ലെയർ 16 മൈനസ് ടോപ്പ് ലെയറിന്റെ പകുതി, ദാറ്റ് ഈസ് 16 by 2. D2 നമുക്ക് എത്ര വന്നു, 451 mm. സോ നമുക്ക് ആവറേജ് ഡെപ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡെപ്ത് ദാറ്റ് ഈസ് D1 പ്ലസ് D2 by 2. 467 പ്ലസ് 451 ഡിവൈഡഡ് ബൈ 2, ഇറ്റ് ഈസ് 459 mm. റൗണ്ട് ചെയ്യാം, 460 mm. ഇറ്റ് ഈസ് greater than D required. Okay, it is greater than D required. D required നമുക്ക് 250 mm ആയിരുന്നു, hence safe. That is D1 467 mm, D2 451 mm, D 460 mm. It is greater than D required. Safe. Step number 6, design of flexural reinforcement as per IS 456/2000, page number 96, annexure G 1.1. And there mu equal to 0.87 Fy AST into D into 1 minus AST Fy by BD FCK. നമുക്ക് ഇനി ഫ്ലെക്ചറൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ലോങ്ങർ ഡയമെൻഷനിലും ഷോർട്ടർ ഡയമെൻഷനിലും. ലോങ്ങർ ഡയമെൻഷനിലും നമുക്ക് ഷോർട്ടർ ഡയമെൻഷനിലും ഉള്ള റീഇൻഫോഴ്സ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ലോങ്ങർ ഡയമെൻഷൻ നോക്കാം. അതായത് ബോട്ടം ലെയർ എന്ന് പറയുമ്പോൾ ഡെപ്ത് D1 ആണ് 467, mu x 344.62 കിലോ ന്യൂട്ടൺ ആണ്. മേക്ക് ഇറ്റ് ഇൻ ന്യൂട്ടൺ mm into 10⁻⁶. ബി നമുക്ക് 2 into 10⁻3. നമുക്ക് ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. mu 344.622 into 10⁻6 equal to 0.87 into Fy 415 into AST ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, into D1 467 into 1 minus AST ഫൈൻഡ് ഔട്ട് ചെയ്യണം, into 415 divided by B 2 into 10⁻3 into D 467 into FCK 20. ഇതിനകത്തുനിന്ന് AST ഫൈൻഡ് ഔട്ട് ചെയ്യണം. 2146 mm സ്ക്വയർ. ഇനി നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. 100 AST by BD. 100 into AST എത്രയാ, 2146 divided by B 2 into 10⁻3 into D 467. നമുക്ക് എത്ര വന്നു, 0.23. It is less than 0.25%. So provide minimum AST. It is 0.25% of gross area. That means 0.2
percentage of gross area B into D, it is 2 into 10 raised to 3 into D 467. എത്ര വന്നു? 2335 mm square. നമുക്ക് using 16 mm dia bars in the longer side, find out the number of bars. എന്താ? ക്യാപിറ്റൽ AST ബൈ സ്മോൾ AST. ക്യാപിറ്റൽ AST എത്ര? നമുക്ക് മിനിമം AST 2335 ഡിവൈഡഡ് ബൈ സ്മോൾ AST പൈ ബൈ 4 ഇൻറ്റു 16 സ്ക്വയർ. എത്ര നമ്പർ ഓഫ് ബാർസ് കിട്ടി? 11.61. സോ നമുക്ക് 12 ബാർസ് കൊടുക്കാം. ഓക്കെ, നമുക്കിനി സ്പേസിംഗൂടെ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കാം. സ്പേസിംഗ് ഓക്കെ, നമ്മള് ഇങ്ങനെയാണ് ലോങ്ങർ ഡയമെൻഷനിൽ കൊടുക്കുന്നത്. സോ നമുക്ക് ഈ ഒരു സ്പേസ് 2000 മൈനസ് ഇവിടുത്തെ എഫക്റ്റീവ് കവർ, ഇവിടുത്തെ എഫക്റ്റീവ് കവർ 75 മൈനസ് 75 ഡിവൈഡ് ബൈ 12 എണ്ണം. 154.16 mm. നമുക്ക് റൗണ്ട് ചെയ്യാം. 150 mm. പ്രൊവൈഡ് ചെയ്യാം 12 നമ്പേഴ്സ്. 12 numbers of 16 mm dia bars at 150 mm center to center spacing along longer direction. Okay, underline ചെയ്തേക്കുക. ഇനി ഇതുപോലെ നമുക്ക് ഷോർട്ടർ സൈഡ് കൂടി. ഓക്കെ, നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് MUY ആണ് എടുക്കേണ്ടത്. 238.78 ഇൻറ്റു 10 റൈസ് ടു 6 ന്യൂട്ടൺ mm. D ആയിട്ട് നമുക്ക് D2 ആണ് ഷോർട്ടർ സൈഡ് 451. B ആയിട്ട് നമുക്ക് 3 മീറ്റർ ആണ്. ഷോർട്ടർ സൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 238.78 ഇൻറ്റു 10 റൈസ് ടു 6 ഈക്വൽ ടു 0.87 ഇൻറ്റു FY ഇൻറ്റു AST ഇൻറ്റു D 451. 1 minus AST into FY divided by B 3 ആണ് into D 451 into FCK 20. Okay, find out AST. 1504 mm square. Okay, ഇനി നമുക്ക് percentage of steel 100 AST by BD. Okay, 100 into AST നമുക്ക് ഇപ്പൊ കിട്ടിയത് 1504 divided by B 3 meter into D 451 mm. എത്ര വന്നു? 0.11. It is less than 0.25%. So provide minimum AST, that is 25% of gross area. 3 into 10 raised to 3 into 451. It is 3382.5 mm square. Using ഷോർട്ടർ സൈഡിൽ നമുക്ക് 16 mm ഡയാബാസ് യൂസ് ചെയ്യാം. ഡയാബാസ് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ബാസ്. നമ്പർ ഓഫ് ബാസ് ഈക്വൽ ടു ക്യാപിറ്റൽ AST ബൈ സ്മോൾ AST. ദാറ്റ് മീൻസ് 3382.5 ഡിവൈഡഡ് ബൈ പൈ ബൈ 4 ഇൻറ്റു 16 സ്ക്വയർ. എത്ര വന്നു? 16.8. നമുക്ക് 16 നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സ്പേസിങ്ങോടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സ്പേസിങ് നമ്മൾ ഷോർട്ടർ എന്ന് പറയുമ്പം ഇങ്ങനെയാണ് കൊടുക്കുന്നത്. സോ നമുക്ക് 3000 മൈനസ് കവർ, രണ്ട് സൈഡിലെയും കവർ ഡിവൈഡ് ബൈ 16 നമ്പർ ഓഫ് ബാസ് 178. നമുക്ക് 170 mm പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, പ്രൊവൈഡ് 16 numbers of 16 mm dia bars at 170 mm center to center spacing along shorter direction. അണ്ടർലൈൻ ചെയ്തേക്കുക. ഓക്കെ, ഷോർട്ടർ ഡിറക്ഷൻ എന്ന് പറയുമ്പം ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്പേസിംഗിൽ വരും, 3 മീറ്ററിൽ വരും. ഓക്കെ, ഇനി നമുക്ക് 1 വേ ഷിയറും 2 വേ ഷിയറും ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, ചെക്ക് ഫോർ 1 വേ ഷിയർ ആസ് പെർ IS 456/2000 പേജ് നമ്പർ 72 ക്ലോസ് 40.1.
We know that nominal shear stress tau v is equal to VU by BD. VU നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. BDയും കണ്ടുവച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിക്ക് നമ്മൾ കൊടുക്കേണ്ട വാല്യൂ D ഈക്വൽ ടു 460 mm. ഓക്കെ, ആവറേജ് ഡെപ്ത് D ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ടോ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.36 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടും. പെർസെന്റേജ് ഓഫ് സ്റ്റീൽ കാൽക്കുലേറ്റ് ചെയ്യുക 100 AST by BD. AST 12 നമ്പേഴ്സ് π/4 16 സ്ക്വയർ. B 2000, D 460. നമുക്ക് കിട്ടുന്നത് 0.262% ആണ്. ഇന്റർപൊലേറ്റ് ചെയ്യണം. ഇന്റർപൊലേറ്റ് ചെയ്ത് M20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ടോസി 0.365 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. ടോവി ലെസ് ദാൻ ടോസി ആണ്, ഹെൻസ് സേഫ്. ഇനി സ്റ്റെപ്പ് നമ്പർ 8, ചെക്ക് ഫോർ ടു വേ ഷിയർ ആസ് പെർ IS 456/2000, പേജ് നമ്പർ 72, ക്ലോസ് 40.1. വി നോ ദാറ്റ് ടോവി ഈക്വൽ ടു VU by BD. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനകത്ത് 191.67 into 10 raised to 3 into 3 into 2 minus of 0.5 plus D into 0.3 plus D divided by 2 perimeter into 0.5 plus D plus 0.3 plus D into 10 raised to 3 into D into 10 raised to 3. D ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു 460 mm. ടോവി നമുക്ക് 0.638 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടും. നമുക്കിനി ക്ലോസ് 31.6.3.1 പേജ് നമ്പർ 58 നിന്ന് ടോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KS ടോസി. ഇത് ഓൾറെഡി നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് 1.118 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സോ ടോവി ലെസ് ദാൻ ടോസി, ദാറ്റ് ഈസ് ടോവി ലെസ് ദാൻ KS ടോസി, ഹെൻസ് സേഫ്. വൺ വേ ഷിയറും ടു വേ ഷിയറും നമുക്ക് സേഫ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 9, ചെക്ക് ഫോർ ബെയറിംഗ് പ്രഷർ ഓഫ് സോയിൽ. ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് 1000 കിലോ ന്യൂട്ടൺ. സെൽഫ് വെയിറ്റ് ഓഫ് ഫൂട്ടിംഗ്, ഏരിയ ഇൻറ്റു D ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ്. ഏരിയ ഓഫ് ഫൂട്ടിംഗ് ദാറ്റ് ഈസ് 3 into 2 meter. D 0.46 meter. Unit weight of concrete 24. It is 66.24 kilo Newton. Then total load transmitted to the soil equal to 1000 plus 66.24. It is 1066.24 kilonewton. Then bearing pressure of the soil equal to total load divided by area of footing, that is 177.706 kilonewton per meter square. It is less than SBC, hence safe. Okay, next step number 10, check for development length of reinforcement. As per IS 456/2000, page number 42, close 26.2.1. നമുക്ക് ലോങ്ങർ ഡയറക്ഷനിലെയും ഷോർട്ടർ ഡയറക്ഷനിലെയും ഡെവലപ്മെന്റ് ലെങ്ത് ചെക്ക് ചെയ്യണം. ഇക്വേഷൻ ആസ് പെർ IS ക്ലോസ് 26.2.1, LD equal to development length required equal to pi sigma x by 4 tau BD. Sigma s 0.87 FY 415. Tau BD 1.2% plus 60% increment. It is 1.92. It is 752.18 mm, that is 0.75 meter. LD development length available in the longer direction 1.25 minus effective cover. Effective cover 75 mm, that is 0.075 meter. It is 1.175 meter. It is greater than this, available greater than LD required, hence safe. Then along shorter direction, LD available 0.25 minus effective cover, that is 0.85 minus 0.075, it is 0.775 meter. It is also available greater than LD required, hence safe. Next, നമുക്ക് check for transfer of load at the column base ആണ്. As per IS 456, page number 65, close 34.4. Load acting at the column, നമുക്ക് given data ആണ് 1000 kilonewton. Then area of the column, it is also given data 500 by 300. Then actual bearing stress നമുക്ക് calculate ചെയ്യാം. Load by area of the column, it is 6.67 Newton per mm square. നമുക്ക് പെർമിസിബിൾ ചെക്ക് ചെയ്യാം. ആസ് പെർ IS 0.45 FCK into a factor, that is root of A1 by A2. A1 by A2, A1 area of the footing and A2 area of the column. Then its ratio is 6.32. It is greater than 2. Take a factor equal to 2. Then substitute the value 0.45 into 20 into 2. It is 18 Newton per mm square. It is greater than actual bearing stress. Actual bearing stress is 6.67. Hence safe. That means the design is safe. Last step, reinforcement details. Reinforcement detail of rectangular isolated footing with eccentrically loaded. Okay, ഇതാണ് നമ്മുടെ കോളം, ഇതാണ് നമ്മുടെ footing. This is our plan.
കോളം ഇത്, ഫൂട്ടിങ് ഇത്. ഓക്കെ, നമ്മുടെ കോളത്തിന്റെ ഡയമെൻഷൻ 500/300. ഇതിനകത്ത് നമുക്ക് 500 കാണാൻ പറ്റും, ഇതിനകത്ത് 500/300 കാണാൻ പറ്റും. ഓക്കെ, ഇത് ഈ ഗ്രീനിൽ കാണുന്നതാണ് ലോങ്റ്റിറ്റ്യൂഡിനൽ റീൻഫോഴ്സ്മെന്റ്, അതായത് ബോട്ടം ലെയർ റീൻഫോഴ്സ്മെന്റ്. ഇത് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത് അത് ടോപ്പ് ലെയർ റീൻഫോഴ്സ്മെന്റ്. നമ്മൾ ബോട്ടം ലെയർ റീൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഡയമെൻഷൻ ഒന്ന് സെറ്റ് ചെയ്യാം. ടോട്ടൽ ഡെപ്ത്, ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ D 550 mm ആണ്. ബോട്ടം ലെയർ വരെയുള്ളത് D1, ബോട്ടം ലെയർ വരെ ദിസ് ഇസ് D1 ആൻഡ് ദിസ് ഇസ് D2. D1 നമുക്ക് 467 mm ആണ്. ടോപ്പ് ലെയറിന്റെ സെന്റർ വരെ, ടോപ്പിൽ നിന്ന് ടോപ്പ് ലെയറിന്റെ സെന്റർ വരെ ഉള്ളത് D2, ഇറ്റ് ഈസ് 451 mm. ഓക്കെ, ആഫ്റ്റർ ഇത് നമ്മുടെ ഡെവലപ്മെന്റ് ലെങ്ത്. ഇത് കോളത്തിന്റെ മെയിൻ റീൻഫോഴ്സ്മെന്റ്, ഇത് ലാറ്ററൽ ടൈസ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോളത്തിന്റെ മെയിൻ റീൻഫോഴ്സ്മെന്റ് 6 numbers of 25 mm ഡയാബാർ. ലാറ്ററൽ ടൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് 6 mm at 300 mm സെന്റർ ടു സെന്റർ സ്പേസിങ്. ഇനി നമ്മുടെ ഇതിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഫൂട്ടിങ് ഇതാണ്, കോളം ഇതാണ്. കോളത്തിന്റെ 6 numbers 1 2 3 4 5 6 numbers നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 25 mm ഡയാബാർസ്. ഇതാണ് നമ്മുടെ ടോപ്പ് ലോങ്ങർ ഡയമെൻഷനിലുള്ള റീൻഫോഴ്സ്മെന്റ്. ഇതാണ് നമ്മുടെ ഷോർട്ടർ ഡയറക്ഷനിലുള്ള റീൻഫോഴ്സ്മെന്റ്. ഓക്കെ, മൊത്തം വരച്ചു കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടത്തില്ല. ഇതാണ് ലോങ്ങർ ഡയമെൻഷനിലുള്ള റീൻഫോഴ്സ്മെന്റ്, ഇതാണ് ഷോർട്ടർ ഡയറക്ഷനിലുള്ള റീൻഫോഴ്സ്മെന്റ്. ലോങ്ങർ ഡയമെൻഷനിലുള്ള റീൻഫോഴ്സ്മെന്റ് നമുക്ക് 12 numbers of 16 mm at 150 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആയിരുന്നു. ക്രോസ് ആയിട്ട് നമ്മൾ കൊടുത്തത് ടോപ്പ് ലെയർ റീൻഫോഴ്സ്മെന്റ് ഷോർട്ടർ ഡയറക്ഷനിൽ നമ്മൾ കൊടുത്തത് 16 numbers of 16 mm ഡയാബാർ അറ്റ് 170 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആയിരുന്നു. അതായത് ഹിയർ ഇത് ലോങ്ങർ ഡയമെൻഷനിലെ റീൻഫോഴ്സ്മെന്റ് 12 numbers of 16 mm at 150 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ്. ഈ റൗണ്ട് ആയിട്ട് കാണിച്ചേക്കുന്നത് നമ്മുടെ 16 numbers of 16 mm at 170 mm ഇൻ ദ ഷോർട്ടർ സ്പാൻ. ഇനി ഇത്രയും ഈ ബോട്ടം ഡയമെൻഷൻ റീൻഫോഴ്സ്മെന്റ് കഴിഞ്ഞിട്ടുള്ളതാണ് 75 mm എഫക്റ്റീവ് കവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോളത്തിന്റെ ഡയമെൻഷൻ 3/, ഫൂട്ടിങ്ങിന്റെ ഡയമെൻഷൻ 3/2 ആണ്. ഇത്രയാണ് റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.